കോൺഗ്രസ്സുകാര് ഇനി അധികാരത്തിൽ വന്നാല് പെൻഷൻ കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? പറയാൻ ഒക്കില്ല, കിട്ടുമെന്ന് പറയാൻ ഒക്കില്ല. അങ്ങനെ എന്താ പറയാൻ കാരണം എന്താ? പക്ഷെ അവർ ഭരിച്ചിരുന്നത് തീർച്ചയല്ല. ഇപ്പം ഞാൻ പറയുന്നത് മോദി ഭരിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇതെല്ലാം അങ്ങനെ മോദി തരുന്നതാണ് നമ്മൾ. പിന്നെ പെൻഷൻ കൂട്ടുന്നത് പിന്നെ ഇവർ തന്നെയാണ്. 200 രൂപയാണ്, 200-300 രൂപയാണ് കേന്ദ്രത്തിന്റെ പെൻഷന്റെ ഭാഗം. ബാക്കി നമ്മുടെ സംസ്ഥാന സർക്കാരാണ് തരുന്നത്. കേന്ദ്രത്തിൽ നിന്ന് മോദി തരുന്നത് വളരെ കുറച്ച് തുകയെ തരുന്നുള്ളൂ. അതറിയത്തില്ലയോ? പെൻഷൻ കിട്ടുന്നുണ്ടോ? മുടങ്ങാതെ കിട്ടുന്നുണ്ടോ? എത്ര രൂപ പെൻഷൻ കിട്ടുന്നു? 2000 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്. അതിന് മുമ്പ് 500-600 എത്ര കിട്ടി. ക്ഷേമ പെൻഷൻ ഇല്ല, അതില്ല. 1600 2000 ആക്കി കിട്ടിയില്ലേ? 2000 കിട്ടി. കിട്ടിയോ? കിട്ടി, പോയ മാസം കിട്ടി. പോയ മാസം കിട്ടി. ഇനി ഈ മാസത്തെ ആവുന്നതേ ഉള്ളൂ. ആവുന്നേ. കുടിശ്ശിക വല്ലതും ഉണ്ടോ നമുക്ക്? കുടിശ്ശികയൊന്നുമില്ല, കുടിശ്ശിക എല്ലാം തീർത്ത്. ഇതിനു മുമ്പേ ഒരു കോൺഗ്രസ് സർക്കാർ ഇരുന്ന കാലത്ത് കുടിശ്ശിക വന്ന കാര്യമൊക്കെ അറിയാം. അതാ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ അവർ ഭരണത്തിന് വന്നാൽ എങ്ങനെ 2000 രൂപ കൊടുക്കും എന്നാണ് ഇപ്പോഴത്തെ സംസാരം. ഇപ്പൊ അവരൊക്കെ ഇപ്പൊ അതൊന്നും ചെയ്യാൻ നോക്കൂല. വീണ്ടും ഈ സർക്കാർ തന്നെ കയറുമെന്നാ തോന്നുന്നത്. 2000 രൂപ 1700 ആദ്യം നമുക്ക് കിട്ടും, പെട്ടെന്ന് ഞാൻ എടുത്താ. പിന്നെ ഈ 300 രൂപ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ കിട്ടുള്ളൂ. കേന്ദ്രം അയക്കണ പൈസ കറക്റ്റ് ആയിട്ട് ATM വഴി പെട്ടെന്ന് എടുക്കും. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പെട്ടെന്ന് കിട്ടും. അത് 2 ദിവസം കഴിഞ്ഞാണ് ഇവര് ഇടുന്നത്. ഒന്നിച്ച് കിട്ടിയെങ്കിലും നിറവായിരുന്നു അതിനെ. മുമ്പേ ഒന്നിനും കിട്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു സമ്പ്രദായം വന്നുപോയി. ചെറിയ പണി. നമ്മൾ ഈ കോൺഗ്രസ് നേരത്തെ അധികാരത്തിൽ ഇരുന്നപ്പോ 18 മാസത്തെ കുടിശ്ശികയായിരുന്നു. വെറും 600 രൂപയാ. 400 നമുക്ക് ആദ്യം കിട്ടിയത് 400 രൂപയായിരുന്നു അന്ന്. ഇല്ല, പിന്നീടാണ് അവർ അത് തക്കാക്കി 600 ആക്കിയത്. ഇവര് കയറിയ ശേഷം 2000 ആക്കിയത്. 600 കുടിശ്ശിക വരുത്തിയില്ലേ? 7-8 മാസം ആകുമ്പോൾ നമുക്ക് പാതി പൈസ തരും. പാതി മാസത്തെ പൈസ തരും. അത് ഞാൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വാങ്ങിച്ചവളാണ്. കോൺഗ്രസ്സുകാർ അധികാരത്തിൽ വന്നാൽ ഇവര് പെൻഷൻ കൊടുക്കൂ? ഇവര് തരും. അത് പറയാക്കൂ. അതാണ് ഇപ്പൊ എല്ലാരും ബുദ്ധിമുട്ട് നിൽക്കണത്. ഭരണം ഇനി ആക്കാണ് വേണമെന്ന് അറിയാക്കൂല. ചിലപ്പോ ഇവർക്ക് തന്നെ വന്നുകൂടുന്നില്ലെന്ന്. LDF സർക്കാർ വന്ന് തരും. ഓക്കെ, കോൺഗ്രസ് വന്നാൽ ഉറപ്പില്ല. ഉറപ്പൊന്നും പറയാക്കൂല. അതാണ് സത്യം. ശരി, എല്ലാ മാസവും കറക്റ്റ് ആയിട്ട് പെൻഷൻ കിട്ടുന്നുണ്ടോ? കോൺഗ്രസ് അധികാരത്തിൽ വന്നാല് പെൻഷൻ കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? അതില്ല, പെൻഷൻ കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല. 33 വർഷം കൊണ്ട് പെൻഷൻ മേടിക്കുക. ഇപ്പോഴല്ലോ ഈ 2000 കിട്ടാൻ തുടങ്ങിയത്. മറ്റേവര് 600 രൂപ പോലും തരാതിരുന്നവരാ. കോൺഗ്രസ്സുകാർ വന്നാൽ ഇനിയും പൈസ തരുമെന്ന് ഉറപ്പുണ്ടോ? അത് വന്നാൽ അവർ തരാമോ? നമുക്ക് ഇപ്പൊ കിട്ടുമ്പോഴൊന്നും കിട്ടൂല. അതൊന്നും കിട്ടൂല. ഇപ്പൊ ഇരിക്കുന്നവർ തരുമ്പോൾ അപ്പോൾ തരൂല്ല. എത്ര രൂപയാ കിട്ടുന്നത്? 2000 രൂപയാണോ? എത്ര നാളായിട്ട് പെൻഷൻ മേടിക്കുന്നുണ്ടോ? എനിക്ക് 75 വയസ്സായി. 10-15-20 വർഷം കൊണ്ട് വലിക്കും. 10 വർഷത്തിന് മുമ്പത്തെ കാര്യം ചേട്ടൻ ഓർമ്മയുണ്ടല്ലോ. 600 രൂപ പെൻഷൻ ഉള്ളത്. കോൺഗ്രസ്സുകാര് ഇനി അധികാരത്തിൽ വന്നാല് പെൻഷൻ കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? പറയാൻ ഒക്കില്ല, കിട്ടുമെന്ന് പറയാൻ ഒക്കില്ല. അങ്ങനെ എന്താ പറയാൻ കാരണം എന്താ? കാരണം നേരത്തെ ഒരു 18 മാസം കുടിശ്ശികയിട്ട് ഇവർ വന്നപ്പോൾ എല്ലാ പൈസയും കുടിശ്ശിക എല്ലാം തന്നു. പെൻഷന്റെ കാര്യത്തിൽ ഉറപ്പൊന്നുമില്ല കോൺഗ്രസ് വന്ന? ഇല്ല. എത്ര രൂപ പെൻഷൻ കിട്ടുന്നത്? എനിക്ക് ഇന്നൊന്നും 1600 ആയിരുന്നു. ചിലപ്പോ ഇപ്പൊ 2000 രൂപ കിട്ടുന്നുണ്ട്. കുടിശ്ശികയില്ലാതെ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. മറ്റവര് വന്നാൽ അത് കിട്ടുമോ? എന്താ അത് നമുക്ക് ചെയ്യാൻ പാടില്ല. നമുക്ക് ഉറപ്പ് പറയാൻ പറ്റൂല. കിട്ടുമെന്ന് ഉറപ്പില്ല. ഇല്ല, കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. നമുക്ക് തരണേനെ വാങ്ങിക്കാനല്ലേ പറ്റുള്ളൂ. നമുക്കൊന്നും പറയാൻ പറ്റൂല. ഗ്യാരണ്ടി ഒന്നുമില്ല. തന്നാ നമ്മൾ വാങ്ങിച്ചു തിന്ന് വെള്ളം കുടിക്കും, അത്രേ ഉള്ളൂ. വാർദ്ധക്യ പെൻഷൻ കിട്ടുന്നുണ്ട്. 2000 സ്ഥിരം കിട്ടുന്നുണ്ട്. കിട്ടുന്നതാണ്. ഈ 25 ഈ മാസം കിട്ടും. ഇതുവരെ കുടിശ്ശിക ഒന്നും ഇല്ലാതെ കുടിശ്ശികയൊന്നുമില്ല. ഇതിപ്പോ 2000 കിട്ടണ്. കോൺഗ്രസ്സുകാർ വന്നാല് അമ്മമാർ വന്നാൽ ഒട്ടും കിട്ടൂല. ഇതും കൂടെ കിട്ടൂല. ഈ 2000 പോലും കിട്ടത്തില്ല. 2000 പോലും കിട്ടൂല. കോൺഗ്രസ് വന്നാൽ ഇതൊന്നും കിട്ടൂല. കുടിശ്ശികയായിരുന്നില്ല. 18 മാസം കുടിശ്ശികയറ്റല്ലേ അവർ കൊടുത്തത്. അവര് വന്നാൽ കിട്ടത്തില്ല. അല്ല, 10 വർഷം മുമ്പ് ഇരുന്ന സമയത്ത് 600 രൂപയായിരുന്നു ഈ വാർദ്ധക്യ പെൻഷൻ കൊടുത്തോണ്ടിരുന്നത്. ഇനി അവർ അധികാരത്തിൽ വന്നാല് ക്ഷേമ പെൻഷൻ കൊടുക്കുമോ? സംശയം തന്നെ. ഇതുവരെയും കിട്ടുന്നുണ്ട്. 2000 രൂപയോ? ഇപ്പൊ ഇലക്ഷൻ വരാൻ പോവാണല്ലോ. ഈ കോൺഗ്രസ്സുകാർ അധികാരത്തിൽ വന്നാൽ എനിക്ക് അവര് 25,000 രൂപ കുടിശ്ശിക വന്നു. കുടിശ്ശിക വന്നപ്പോഴേ ഇവര് കയറിയപ്പം കൊടുത്തു. അത് മുതൽ ഇങ്ങോട്ട് 10 വർഷം കൊണ്ട് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. പൈസ കിട്ടുമായിരുന്നു. ഇന്ന് വരെയും കിട്ടുമായിരുന്നു. ഇനിയുള്ള കാര്യം അറിഞ്ഞൂടാ. കിട്ടുന്നുണ്ട്. കുടിശ്ശിക ഒന്നുമില്ല. ഒരു കുടിശ്ശികയില്ല. ഇനി കോൺഗ്രസ് വന്നാൽ പെൻഷൻ കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല.
എൻ്റെ അമ്മാവിയർക്ക് 19 മാസ പെൻഷൻ ഞാനാണ് വാങ്ങിച്ചു കൊടുത്തത്. കുടിശ്ശിക കിടന്നത് ആ, അത് 600 രൂപ കോൺഗ്രസ് ഭരിച്ചപ്പോ. അവരിനി വന്നാൽ കിട്ടത്തില്ല. ഇല്ല. കിട്ടത്തില്ല. കിട്ടുന്നുണ്ടോ? എത്ര രൂപയോ? ശരി, മുടക്കമില്ലാതെ കിട്ടുന്നുണ്ട്. 10 വർഷം മുമ്പ് കോൺഗ്രസ് ഒക്കെ ഭരിച്ചുകൊണ്ടിരുന്നത്. കുടിശ്ശിക കുടിശ്ശിക ഉണ്ടായിരുന്നു. ഓരോരുത്തരും ഓരോ രീതിയല്ലേ, പക്ഷെ അവര് ഭരിച്ചിരുന്നത് കുടിശ്ശികയുണ്ട്. അപ്പം ഞാൻ പറയുന്നത് മോദി ഭരിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇതെല്ലാം അങ്ങനെ മോദി തരുന്നതാണ് നമ്മൾ. പിന്നെ പെൻഷൻ കൂട്ടുന്നത് പിന്നെ ഇവർ തന്നെയാണ്. 200 രൂപയാണ് 200-300 രൂപയാണ് കേന്ദ്രത്തിന്റെ പെൻഷന്റെ ഭാഗം. ബാക്കി നമ്മുടെ സംസ്ഥാന സർക്കാരാണ് തരുന്നത്. കേന്ദ്രത്തിൽ നിന്ന് മോദി തരുന്നത് വളരെ കുറച്ച് തുകയെ തരുന്നുള്ളൂ. അതറിയത്തില്ലയോ? അത് മോദി നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കും പെൻഷൻ പോലും കിട്ടുന്നില്ല. തന്നെയാണ്. ആർക്കും കക്കൂസും കുളിമുറിയും ആഹാരം പോലും കിട്ടാത്ത സ്ഥലങ്ങളുണ്ട്. ശരി, ആ, അതൊന്നും കേരളത്തിൽ എനിക്കറിയത്തില്ലല്ലോ. മാത്രമേ ഇതൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നുള്ളൂ. കാരണം നമ്മുടെ ഇവിടുത്തെ നല്ലൊരു ഭരണം ഉള്ളതുകൊണ്ട് അവര് ചോദിച്ച് മേടിക്കുന്നത് ശരി, കേന്ദ്രത്തിനോട്. കേന്ദ്രത്തിനോട് ചോദിച്ചു അതിനുള്ള കഴിവ് നമ്മളെ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന് സർക്കാരിനുണ്ട്. നമ്മൾ ഈ പെൻഷന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ ഇറങ്ങിയതാ. അതാണ്. പെൻഷനും നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. ദേഹം കയറി ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് പെൻഷൻ മുടങ്ങിയിട്ടില്ല. 1, 2, 3 പ്രാവശ്യം മുടങ്ങിയാലും അത് തരും. പിറ്റ മാസം തീർത്ത് തരണുണ്ട്. കോൺഗ്രസ് കയറിയ കുടിശ്ശിക വരുത്തുമെന്ന് തോന്നുന്നുണ്ടോ? കുടിശ്ശിക എനിക്ക് ഇനിമേൽ ഭരിക്കുന്നവരെങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഇതുവരെയും അവർ ഭരിച്ചിരുന്ന കാലത്തൊക്കെ കുടിശ്ശിക ശരിക്കും വരുന്നു. കോൺഗ്രസ് ഭരിച്ചപ്പോൾ 2000 രൂപ 2000 രൂപ മുടക്കമില്ലാതെ കിട്ടുന്നുണ്ട്. കിട്ടുന്നുണ്ട്. എത്ര നാളായി കിട്ടാൻ തുടങ്ങിയിട്ട്? കിട്ടിയിട്ട് 10 വർഷമായി. അപ്പൊ ഈ 10 വർഷത്തിന് മുമ്പേ കോൺഗ്രസ് സർക്കാരായിരുന്നു അധികാരത്തിലിരുന്നത്. അന്നേരം പെൻഷൻ ഉണ്ടായിരുന്നോ? 600 രൂപ പെൻഷൻ സമയത്ത് ഉണ്ട്. ഉണ്ട്. ഈ 600 രൂപ ഇവര് കുറെ കുടിശ്ശിക വരുത്തിയിട്ടുണ്ടെന്നല്ലോ. കുടിശ്ശിക തീർത്തത് ഈ സർക്കാർ വന്നതിന് ശേഷമാണോ? ആണ്. ഈ ഇനി കോൺഗ്രസ്സുകാര് അത് പിന്നെ എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ. ഇനി വന്നാലല്ലേ അറിയാവൂ. 2000 രൂപ ഇത്ര വെള്ളം തരാൻ ആരുമില്ല. ഞാൻ ഏകവച്ചിയാണ്. ആരുമില്ല. മക്കളും ആരുമില്ല. അതുകൊണ്ട് ഇത് കിട്ടണം എങ്കിലേ എനിക്ക് വിഴിഞ്ഞ് കൈ ഒടിഞ്ഞ് കിടക്കണം. ആരും തരാനില്ല.